Exact and inexact differentials. Okay, നമുക്ക് തരുന്ന ഒരു ഡിഫറൻഷ്യൽ എപ്പോഴാണ് എക്സാക്റ്റ് ആകുന്നത് എന്നാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. So the expression a of xy dx plus b of xy dy ഇതിനെയാണ് നമ്മളൊരു ഡിഫറൻഷ്യൽ എന്ന് വിളിക്കുന്നത്. dx dy ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഫോർമാറ്റിലുള്ള കോമ്പോസിഷനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ എന്ന് വിളിക്കുക. സോ ഇതിനകത്ത് ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ആയ ഡി എക്സും ഡി വൈ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് പറയുന്നതിന് നമ്മൾ ഡിഫറൻഷ്യൽ എന്നാണ് പറയുന്നത്. വെറും ഡിഫറൻഷ്യൽ, ടോട്ടൽ ഡിഫറൻഷ്യൽ എന്നോ അങ്ങനെയൊന്നുമില്ല. വെറും ഡിഫറൻഷ്യൽ എന്ന് പറയുക നമ്മൾ ഡി എക്സോ ഡി വൈയോ അങ്ങനെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ എന്ന് വിളിക്കുക. സോ ഈ എക്സ്പ്രഷൻ ഇതൊരു ഡിഫറൻഷ്യൽ ആണ്. ദ എക്സ്പ്രഷൻ എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ. എ ഓഫ് എക്സ് വൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അതേപോലെ ബി ഓഫ് എക്സ് വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്നാണ്. So this expression is called an exact differential. So ഈ എക്സ്പ്രഷനെ ഈ ഡിഫറൻഷ്യലിനെ എപ്പോഴാണ് എക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് എന്നാണ് നമ്മളിവിടെ ആ ഡെഫിനേഷൻ ആണ് നോക്കുന്നത്. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇൻ എ ഡൊമൈൻ ഡി. ഈ ഡൊമൈനെ പറ്റി ഇവിടെ പറയാൻ പ്രസക്തി ഇത്രേ ഉള്ളൂ. ഈ എക്സ് വൈ എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ അല്ലെങ്കിൽ ആ പോയിന്റ്സ് ഈ ഡി എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ഒരു സ്പേസിൽ അല്ലെങ്കിൽ ഒരു റീജിയനിലാണ് കിടക്കുന്നത്. അത്രേ ഉള്ളൂ ഡൊമൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So this expression is called an exact differential if there exists a function f of two real variables. So f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം. That is a function of two real variables. ഇവിടെ a യും b യും രണ്ട് റിയൽ വേരിയബിൾസ് എക്സ് ആൻഡ് വൈയിലുള്ള ഫംഗ്ഷൻ പോലെ f ഉം x ഉം y ഉം ഉള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. രണ്ട് റിയൽ വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് f. So f is there exists a function f of two real variables such that this expression ഏത് എക്സ്പ്രഷൻ ആണ് ഈ എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് പറയുന്നത് ദിസ് എക്സ്പ്രഷൻ ഈക്വൽസ് ദ ടോട്ടൽ ഡിഫറൻഷ്യൽ ഡി എഫ് ഫോർ ഓൾ പോയിന്റ്സ് എക്സ് വൈ ഇൻ ദ ഡൊമൈൻ ഡി. ഓക്കെ, സോ ഈ എക്സ്പ്രഷൻ എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് പറയുന്ന എക്സ്പ്രഷൻ എക്സാക്ട് ആകണം എന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ എഫ് എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് ആയിരിക്കണം എക്സ് ആൻഡ് വൈ. കൂടാതെ ദിസ് എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് എഫ് ആയിരിക്കണം. അതായത് ടോട്ടൽ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എഫ് ആയിരിക്കണം. സോ അതാണ് നമുക്കിപ്പോ ഈ പറഞ്ഞ ഡെഫിനിഷൻ എങ്ങനെ എഴുതാം. ഇൻ ദാറ്റ് കേസ് വി ഹാവ് എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ ഈസ് ഈക്വൽ ടു ഡി എഫ് ആയിരിക്കണം. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഒരു ഈ എക്സ്പ്രഷൻ എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് പറയുന്ന എക്സ്പ്രഷൻ എക്സാക്ട് ആകണം എന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ എഫ് എക്സിസ്റ്റ് ചെയ്യണം. പിന്നെ ഈ എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് എഫ് ആയിരിക്കണം. ദാറ്റ് മീൻസ് എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ ഈസ് ഈക്വൽ ടു ഡി എഫ് ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ എക്സ്പ്രഷൻ എക്സാക്ട് ആണെന്ന് പറയും. ഇനി എക്സാക്ട് ആകുന്നത് എന്ന് പറയുന്ന ബേസിക് ഡെഫിനേഷൻ ഇതാണ്. അതിന്റെ നമുക്ക് കണ്ടീഷൻസിലേക്ക് എക്സാക്ട് ആകുന്ന കണ്ടീഷൻ കണ്ടുപിടിക്കാനായിട്ട് ആണ് നമ്മൾ ജസ്റ്റ് ഇനി ഈ പ്രൂഫ് പറയാൻ പോകുന്നത്. സോ ഈ എ ഓഫ് എക്സ് വൈ ഡെഫിനേഷൻ ഇത് ഈ എക്സ്പ്രഷൻ എക്സാക്ട് ആണെങ്കിൽ എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ എഫ് എക്സിസ്റ്റ് ചെയ്യണം ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഡി എഫ് ആണ്. ഇനി ഡി എഫ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് എഫ് ആണ് ആൻഡ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അങ്ങനെയാണെങ്കിൽ ഡി എഫ് നമുക്ക് എങ്ങനെ എഴുതാം, നമ്മൾ പഠിച്ചതാണ് ടോട്ടൽ ഡിഫറൻഷ്യൽ. എങ്ങനെ എഴുതാം, ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ. ഇനി ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ ഞാൻ കമ്പയർ ചെയ്താൽ എന്താണ്, ഈ ഡി എക്സിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാണ്. കമ്പയറിംഗ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ഡി എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു എ ഓഫ് എക്സ് വൈ എന്ന് കിട്ടും. അതേപോലെ ഡി വൈയുടെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഡോ എഫ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ബി ഓഫ് എക്സ് വൈ എന്ന് കിട്ടും. സോ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡി എക്സിനെ ഡി വൈയുടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യും. So dou f by dou x is equal to a of xy and dou f by dou y is equal to b of xy for all xy in the domain D. Okay. ഇനി ഞാൻ ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. ബൈ ഓയിലേഴ്സ് തിയറം എന്താണ് പറയുന്നത്, രണ്ട് മിക്സഡ് ഡെറിവേറ്റീവ്സും ഈക്വൽ ആണെന്നാണ് ഓയിലേഴ്സ് തിയറം പറയുന്നത്. അതായത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. ഇത് ഓയിലേഴ്സ് തിയറത്തിന്റെ റിസൾട്ട് ആണ്. സോ ഇപ്പൊ നമ്മൾ എഴുതിയ എക്സ്പ്രഷൻ തന്നെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം, ബൈ ഡെഫിനിഷൻ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം, ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഇനി ഇപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ എഴുതിയ എക്സ്പ്രഷൻ അത് ഈ ബ്രാക്കറ്റിൽ വരുന്ന ഡോ എഫ് ബൈ ഡോ വൈയും ഡോ എഫ് ബൈ ഡോ എക്സും ആയി. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്, ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്ന എ ഓഫ് എക്സ് വൈയും ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് ബി ഓഫ് എക്സ് വൈ. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്, എന്ത് കിട്ടും, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഈസ് ബി ഓഫ് എക്സ് വൈ. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ബി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ്
ഡോ എഫ് ബൈ ഡോ എക്സ് എ ഓഫ് എക്സ് വൈ. സോ എ ഓഫ് എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഇപ്പൊ നമ്മൾ ഈ എഴുതിയ സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ താഴത്തേക്ക് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇപ്പൊ എഴുതിയത് എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ബി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എ ഓഫ് എക്സ് വൈ. സോ ഇതിനെ ആദ്യം എയുടെ ഡെറിവേറ്റീവ് ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ഞാൻ റൈറ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ കിടക്കുന്ന ലെഫ്റ്റ് സൈഡിലും എഴുതും. എഴുതിയ എനിക്ക് എങ്ങനെ എഴുതാം? ഡോ എ ബൈ ഡോ വൈ. ഈ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ആ പോയിന്റിൽ എന്നേ ഉള്ളൂ. സോ ഞാൻ ആ ഓഫ് എക്സ് വൈ കളയും. എ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് കാണിക്കാനാണ് എ ഓഫ് എക്സ് വൈ എന്ന് എഴുതുന്നത്. സോ ഈ ഫംഗ്ഷനെ ജസ്റ്റ് എ എന്ന് മാത്രം ഞാൻ എഴുതുകയാണ്. ഓക്കെ. സോ എനിക്ക് എങ്ങനെ എഴുതാം? ഈ ലെഫ്റ്റ് സൈഡ് ഡോ ബൈ ഡോ വൈ ഓഫ് എ ഓഫ് എക്സ് വൈക്ക് പകരം ഡോ എ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് എന്താണ്? അതേപോലെ എഴുതിയ ഡോ ബി ബൈ ഡോ എക്സ്. സോ ഡോ എ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ എക്സ് നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വന്നത് ഈ ഒരു എക്സ്പ്രഷൻ എക്സാക്ട് ആകണമെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം, താമസിച്ച് ജോയിൻ ചെയ്തവർക്കായിട്ടാണ് ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നത്. ഈ ഒരു എക്സ്പ്രഷൻ എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് പറയുന്നത് എക്സാക്ട് ആകണം എന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ എഫ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. അത് രണ്ട് വേരിയബിൾസിലുള്ള ഫംഗ്ഷൻ ആയിരിക്കണം, എക്സിലും വൈയിലും. കൂടാതെ ഈ എക്സ്പ്രഷൻ എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ദ ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് എഫ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ദിസ് എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു ഡി എഫ് ആകണം. സോ അങ്ങനെ എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഡി എഫ്. ഡി എഫ് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഡി വൈ എന്ന് എഴുതാം. സോ നമ്മൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് കമ്പയർ ചെയ്യുവാണ്. ഡി എക്സിന്റെ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എ ഓഫ് എക്സ് വൈ എന്ന് കിട്ടും. ഡോ എഫ് ബൈ ഡോ വൈ ബി ഓഫ് എക്സ് വൈ എന്ന് കിട്ടും. ഇനി ഞാൻ ഓയിലേഴ്സ് തിയറം അപ്ലൈ ചെയ്യുവാണ്. ബൈ ഓയിലേഴ്സ് തിയറം ഈ രണ്ട് മിക്സഡ് ഡെറിവേറ്റീവ്സും ഈക്വൽ ആണ്. അതായത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ എക്സ്. ബൈ ഡെഫിനിഷൻ ഇതിനെ എനിക്ക് അങ്ങനെ എഴുതാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഇനി ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ നമ്മളിവിടെ ഈ എക്സ്പ്രഷൻ ഈക്വേറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ബി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എ ഓഫ് എക്സ് വൈ. ഇതിനെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി എനിക്ക് എങ്ങനെ എഴുതാം? ഡോ എ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ എക്സ് എന്ന് കിട്ടും. അതായത് ഇത്രയേ ഉള്ളൂ. ഈ എക്സ്പ്രഷൻ എക്സാക്ട് ആണെങ്കിൽ എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ എക്സാക്ട് ആണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ സാധിക്കും? ഡോ എ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ എക്സ് ആണ് എന്ന് പറയാൻ സാധിക്കും. അതേപോലെ തിരിച്ചും കിട്ടും. നമുക്ക് റിവേഴ്സ് ചെയ്തു പോവാം. ഇപ്പൊ ചെയ്തു പോകുന്ന അതേ പ്രൊസീജിയറിൽ നമുക്ക് റിവേഴ്സ് പ്രോസസ്സും ചെയ്തു പോവാം. അതായത് ഡോ എ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻ എക്സാക്ട് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ എക്സ്പ്രഷൻ എക്സാക്ട് ആകാനുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ അഥവാ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഈ ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്നതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിന്റെ കണ്ടീഷൻ ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പറയാം. ദ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ ടു ബി എക്സാക്ട് ഡിഫറൻഷ്യൽ ഈസ് ഡോ എ ബൈ ഡോ വൈ. ശ്രദ്ധിക്കുക, ഇവിടെ എ ഓഫ് എക്സ് വൈ എക്സ്പ്രഷൻ അത് ഡി എക്സിന്റെ കൂടെ വരുന്ന ഫംഗ്ഷൻ എ ഓഫ് എക്സ് വൈയും ഡി വൈയുടെ കൂടെ വരുന്ന ഫംഗ്ഷൻ ബി ഓഫ് എക്സ് വൈ. നമ്മൾ എയുടെ ഡെറിവേറ്റീവ് ഡി എക്സിന്റെ കൂടെ വരുന്ന എ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഡോ എ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ എക്സ്. സോ ഇതാണ് ഈ എക്സ്പ്രഷൻ എക്സാക്ട് ആകാനുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ. നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷൻ എക്സാക്ട് ആണെങ്കിൽ ഡോ എ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ എക്സ് ആയിരിക്കും. അതേപോലെ തിരിച്ചും ഡോ എ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻ എക്സാക്റ്റും ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഹോൾഡ് ചെയ്യും. ഓക്കെ. സോ ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആണോ ഈ എക്സാക്ട് ഡിഫറൻഷ്യൽ എന്നുള്ള ഡെഫിനേഷനും കാര്യങ്ങളും? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ഈസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ. സോ നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എന്താണ്? എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ ഫോമിലാണ് ഇത് വരുന്നത്. സോ ഇതൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഞാൻ നമ്മുടെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ആയിട്ട് കമ്പയർ ചെയ്യാണ്. Comparing with a of xy dx plus b of xy dy we get. അതായത് ഡി എക്സിന്റെ കൂടെ കിടക്കുന്ന ഫംഗ്ഷനെ വേണം നിങ്ങൾ എ ഓഫ് എക്സ് വൈ ആയിട്ട് എടുക്കാൻ. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ അത് വൈ ആണ്. ഡി എക്സിന്റെ കൂടെ വരുന്ന ഏതാണ്? വൈ അല്ലേ? സോ വൈ ആണ് എ ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ നമുക്ക് എന്ത് കിട്ടും? എ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു വൈ ആൻഡ് ഡി വൈയുടെ കൂടെ കിടക്കുന്ന ക്വാണ്ടിറ്റി ആണ് ബി ഓഫ് എക്സ് വൈ. സോ ഇവിടുത്തെ ബി ഓഫ് എക്സ് വൈ എന്താണ്? എക്സ്. ഇനി നമ്മൾ എന്താണ്? ഡോ എ ബൈ ഡോ വൈ ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്.
ഡോ എ ബൈ ഡോ വൈ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് y മാത്രമല്ലേ ഉള്ളൂ, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 1 എന്ന് കിട്ടും. ആൻഡ് ഡോ ബി ബൈ ഡോ എക്സ് ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഡോ ബി ബൈ ഡോ എക്സ് എടുത്താൽ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 1 കിട്ടും. ഓക്കെ, സോ എന്ത് കിട്ടി? ഡോ എ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ എക്സ് ആണ് ഇവിടെ. രണ്ടിന്റെ വാല്യൂ 1 അല്ലേ. ഹെൻസ് നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന ആ എക്സ്പ്രഷൻ എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ഈസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ഫംഗ്ഷൻ എഫ് ഫോർ വിച്ച് ദ ഡിഫറൻഷ്യൽ ഈസ് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ്. ഓക്കെ, നമുക്കൊരു ഡിഫറൻഷ്യൽ തന്നിട്ടുണ്ട് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്കൊരു ഫംഗ്ഷൻ എഫ് കണ്ടുപിടിക്കാൻ സാധിക്കണം സച്ച് ദാറ്റ് അതിന്റെ ഡിഫറൻഷ്യൽ ഈ എക്സ്പ്രഷൻ ആണ് എന്ന്. അതിന്റെ ഡിഫറൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിന്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ ആണ് എന്ന്. അതായത് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി എഫ് ആകുന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ എഫ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. ഫൈൻഡ് ദ ഫംഗ്ഷൻ എഫ് ഫോർ വിച്ച് ദ ഡിഫറൻഷ്യൽ ഈസ് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ്. അതായത് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി എഫ് വരുന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ എഫ് കണ്ടുപിടിക്കാൻ. അങ്ങനെ ഒരു ഫംഗ്ഷൻ എഫ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി എഫ് എന്നാകണം എന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കണം? ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കണം? എക്സാക്ട് ആയിരിക്കണം. സോ അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷൻ എക്സാക്ട് ആണെന്നാണ്. സോ അതാണ് ഞാൻ സൊല്യൂഷൻ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് പ്രൂവ് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ഈസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ. അങ്ങനെ ആണെങ്കിലേ ഈ എഫ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യൂ. ദിസ് എക്സ്പ്രഷൻ ഈക്വൽ ടു ഡി എഫ് എന്ന് എഴുതുന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ എഫ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഇത് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം, നമ്മളിപ്പോൾ എക്സാക്ട് ആണെന്ന് പ്രൂവ് ചെയ്ത പ്രോബ്ലം അതേ എക്സ്പ്രഷൻ ആയിരുന്നു എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ്. സോ നിങ്ങൾ ആദ്യം ഇതേപോലെ തന്നെ പ്രൂവ് ചെയ്യുക. അപ്പോൾ എക്സാക്ട് ആണ്. ഞാനിവിടെ ഒന്ന് ചെയ്തിട്ടുള്ള കാരണം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആസ് ഇൻ പ്രോബ്ലം 1 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. സോ നമ്മൾ അത് എക്സാക്ട് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി എക്സാക്ട് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിൻസ് ഇറ്റ് ഈസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ there is a function f, ഇങ്ങനൊരു ഫംഗ്ഷൻ f എക്സിസ്റ്റ് ചെയ്യും for which the differential is x dy plus y dx. ഈ ഡിഫറൻഷ്യൽ ഓഫ് f എടുത്തു കഴിയുമ്പോൾ അത് x dy plus y dx ആയിരിക്കണം. ഡിഫറൻഷ്യൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഡിഫറൻഷ്യൽ എന്നാണ്. ഓക്കെ, സോ ഡി എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ എക്സ്പ്രഷൻ ആയിരിക്കും എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ്. നമുക്ക് ഈ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു നമ്മളിവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് എന്ന് എഴുതുമ്പോൾ അതെന്ന് പറയുന്നത് ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഈ ഡി ഓഫ് എക്സ്, ഇപ്പം എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ആണ് എന്ന് നമുക്ക് അത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. അതല്ലാണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ മാർഗമൊന്നുമില്ല. പിന്നെ കുറെ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ അത് കണ്ടുപിടിക്കാനുള്ള മാർഗം. നിങ്ങൾ സൈഡിൽ നോക്കുക, ഞാൻ ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഡി ഓഫ് എക്സ് വൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു ഒരു വേരിയബിളും അല്ല, ജസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ എന്നുള്ളത്. സോ അത് ആലോചിച്ച് നോക്കുക. നമ്മൾ എക്സും വൈയും രണ്ട് ഫംഗ്ഷൻ ആണ്. സോ പ്രോഡക്റ്റ് കൂടെ നമ്മളിവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ നിങ്ങൾ ഡി വൈ എന്ന് എഴുതുക. വിത്ത് റെസ്പെക്ട് ടു എക്സോ വൈയോ ഒന്നുമല്ല, ജസ്റ്റ് ഡെറിവേറ്റീവ് പോലെ. സോ എക്സ് ഇൻറ്റു ഡി വൈ ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആയ വൈ ഇൻറ്റു നമുക്ക് എങ്ങനെ എഴുതാം? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, സോ ബൈ പ്രോഡക്റ്റ് റൂളാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. സോ ഡി ഓഫ് എക്സ് വൈ ഇതല്ലേ നമുക്ക് ഇവിടെ കിടക്കുന്നത് എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ്. സോ അതിന് പകരം എന്ത് കൊടുക്കാം? ഡി ഓഫ് എക്സ് വൈ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ആണത്. സോ ഇത് നമ്മൾ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് ഇത് ഇത്രേ ഉള്ളൂ. കണ്ടോ? എക്സ് ഇൻറ്റു ഡി വൈ ഡെറിവേറ്റീവ് ഓഫ് അനദർ വേരിയബിൾ ആണ് വന്നിരിക്കുന്നത്, പ്ലസ് ആ സെക്കൻഡ് വേരിയബിൾ ആയ വൈ ഇൻറ്റു ഡി എക്സ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്. സോ അത് കാണുമ്പോൾ തന്നെ അത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ ഇപ്പം ഡി എഫ് ഈസ് ഈക്വൽ ടു ഡി ഓഫ് എക്സ് വൈ എന്ന് നമുക്ക് കിട്ടി. അങ്ങനെ ആണെങ്കിൽ ഇനി നമ്മൾ രണ്ട് സൈഡിൽ നമുക്ക് എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി എഫിൽ നിന്ന്, ഡി എഫ് മീൻസ് ഡെറിവേറ്റീവ് ഓഫ് എഫ്, ഡെറിവേറ്റീവ് ഓഫ് എഫിൽ നിന്ന് എഫ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. സോ ഇന്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഡി എഫ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ഓഫ് എക്സ് വൈ. ഇന്റഗ്രൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എഫ്. ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും റിവേഴ്സ് പ്രോസസ്സുകളാണ്. സോ അത് ക്യാൻസൽ ഈച്ച് അതർ. സോ ഈ ഇന്റഗ്രലും ഡെറിവേറ്റീവും ക്യാൻസൽ ആയി പോകും. ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഈ ഫംഗ്ഷൻ മാത്രം നമുക്ക് അവിടെ കിട്ടും. സോ എഫ് എന്നാവും. ഇന്റഗ്രൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രലും ഡെറിവേറ്റീവും പോയിട്ട് ഈ ഫംഗ്ഷൻ മാത്രമാവും എഫ്. അതേപോലെ റൈറ്റ് സൈഡിൽ ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ, ഇന്റഗ്രലും ഡെറിവേറ്റീവും പോയിട്ട് വെറും എക്സ് വൈ വരും. സോ എഫ് ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് നമ്മൾ ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കണം. സോ പ്ലസ് സി, വേർ സി ഈസ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. നമ്മുടെ ചോദ്യം ഈ എഫ് കണ്ടുപിടിക്കുകയായിരുന്നു. സോ നമുക്ക് എന്ത് കിട്ടി? എഫ് ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് സി എന്ന് കിട്ടി. എങ്ങനത്തെ എഫ് കണ്ടുപിടിക്കാനായിരുന്നു? ഈ എക്സ്പ്രഷന്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ ആണ് എഫ്. അങ്ങനെ വരുന്ന എഫ് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ തന്നെയാണ് ചെയ്തത്? കണ്ടോ? ഡി എഫ്
ടോട്ടൽ ഡിഫറൻഷ്യൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ആ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് എന്ന് ഇക്വേറ്റ് ചെയ്തിട്ടാണ് ഐ എഫ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ആ ഫംഗ്ഷൻ എഫ്. ഈ ഫംഗ്ഷന്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ ആണ് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ ഈ പ്രോബ്ലം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഷോ ദാറ്റ് എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ ഈസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുക, എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ. നേരത്തെ എക്സ്പ്രഷൻ എന്തായിരുന്നു? എക്സ് ഡി എക്സ് അല്ലായിരുന്നു, അവിടെ എക്സ് ഡി വൈയും വൈ ഡി എക്സ് വൈ. എക്സിന്റെ കൂടെ ഡി വൈയും വൈയുടെ കൂടെ ഡി എക്സും. അത് തന്നെയാണ് ഇവിടെ എന്ന് വിചാരിക്കില്ല. ഇവിടെ എക്സിന്റെ കൂടെ ഡി എക്സ് തന്നെയാണ്. എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ എന്നാണ്. സോ ഇത് രണ്ട് വ്യത്യസ്തമായ എക്സ്പ്രഷൻസ് ആണ്. കൺഫ്യൂഷൻ തോന്നണ്ട, ഇത് തന്നെയല്ലേ നേരത്തെ ചെയ്തതാണ്. ഓക്കെ, ഷോ ദാറ്റ് എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ ഈസ് ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ. അതുകൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അതിന്റെ കൂടെ. ഫൈൻഡ് ദ ഫംഗ്ഷൻ എഫ് for which the differential is x dx plus y dy. ആദ്യം ഇത് എക്സാക്ട് ആണെന്ന് പ്രൂവ് ചെയ്യണം ഈ എക്സ്പ്രഷൻ. അതിനുശേഷം ഇതിന്റെ എന്താണ് ടോട്ടൽ ഡിഫറൻഷ്യൽ എക്സാക്ട് ആണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു ഡി എഫ് എന്ന് എഴുതാലോ. അങ്ങനെ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എഫ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് ഈ എക്സ്പ്രഷൻ എക്സാക്ട് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മുടെ ജനറൽ എക്സ്പ്രഷനായിട്ട് കമ്പയർ ചെയ്യുന്നു. Comparing with a of xy dx plus b of xy dy, we get ഇവിടെ a of xy എന്ത് കിട്ടും? dx ന്റെ കൂടെ കിടക്കുന്ന ഫംഗ്ഷൻ ആണ് a of xy. സോ ഇവിടുത്തെ a of xy എന്താണ്? x. a of xy equal to x എന്ന് കിട്ടും. അതേപോലെ dy യുടെ കൂടെയുള്ള ഫംഗ്ഷൻ ആണ് b of xy. സോ ഇവിടുത്തെ b of xy എന്താണ്? y ആണ്. സോ b of xy is equal to y എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡോ a by ഡോ y equal to ഡോ b by ഡോ x ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. സോ ഡോ a by ഡോ y കണ്ടുപിടിക്കുന്നു. സോ a എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ x ആണ്. അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എടുത്തു കഴിഞ്ഞാൽ x എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതായത് x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y. വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x അവിടെ കോൺസ്റ്റന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഡെറിവേറ്റീവ് 0 വരും. അതേപോലെ ഡോ b by ഡോ x കണ്ടുപിടിക്കണം. സോ b എന്ന് പറയുന്നത് y ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് b വിത്ത് റെസ്പെക്ട് ടു x എടുക്കുമ്പോൾ y അവിടെ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്, പാർഷ്യൽ ഡെറിവേറ്റീവ്. സോ എന്ത് കിട്ടി? രണ്ടും സെയിം അല്ലേ? ഡോ a by ഡോ y യും ഡോ b by ഡോ x രണ്ടും 0 ആണ്. Thus ഡോ a by ഡോ y equal to ഡോ b by ഡോ x എന്ന് കിട്ടും. Therefore x dx plus y dy is an exact differential എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് എക്സാക്ട് ഡിഫറൻഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഫ്രോം ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് എക്സാക്ട് ഡിഫറൻഷ്യൽ നമുക്ക് പറയാൻ സാധിക്കും there exists a function f for which the differential is x dx plus y dy. That is എന്താണ്? ഈ ഫംഗ്ഷൻ f ന്റെ ടോട്ടൽ ഡിഫറൻഷ്യൽ ആണ് x dx plus y dy. That is നമുക്ക് എങ്ങനെ എഴുതാം? df is equal to x dx plus y dy. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ ഫംഗ്ഷൻ നമുക്ക് എന്തിന്റെ d of എന്ത് ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും എന്നുള്ളത്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടു പ്രോഡക്റ്റ് റൂൾ പോലെയായിരുന്നു വന്നത്, എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് ആയിരുന്നു. എന്നാൽ ഇവിടെ എക്സിന്റെ കൂടെ ഡി എക്സ് തന്നെയും വൈയുടെ കൂടെ ഡി വൈ തന്നെയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സ് ഡി എക്സ് എന്നുള്ളതിനെ ഡി ഓഫ് എക്സ് സ്ക്വയർ ബൈ ടു എന്ന് എഴുതാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ബൈ ടു. ഇത് പഠിച്ചു വെച്ചാലേ നമുക്ക് അറിയാൻ പറ്റൂ നിങ്ങൾക്ക്. ഓക്കെ, കാണുമ്പോഴേ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. ഇത് രണ്ട് സ്പെഷ്യൽ കേസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ അത് ഡെറിവേറ്റീവ് ഓഫ് അഥവാ ഡി ഓഫ് എക്സ് സ്ക്വയർ ബൈ ടു ആണ്. അതേപോലെ വൈ ഡി വൈ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ ബൈ ടു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിട്ട് അങ്ങ് എഴുതാൻ പറ്റുന്നില്ല. കഴിഞ്ഞ എക്സ്പ്രഷൻ നമ്മൾ ഡി ഓഫ് എക്സ് വൈ എന്ന് മാത്രം എഴുതി മൊത്തത്തിൽ. ഇവിടെ അങ്ങനെ പറ്റില്ല. എക്സ് ഡി എക്സ് എന്നുള്ളതിനെ നമുക്ക് ഡെറിവേറ്റീവ് ഡി ഓഫ് എക്സ് സ്ക്വയർ ബൈ ടു എന്ന് കൊടുക്കാം. സിമിലർലി വൈ ഡി വൈ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഡി ഓഫ് വൈ സ്ക്വയർ ബൈ ടു. ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ സൈഡിൽ ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർക്കായിട്ട്. ഡി ഓഫ് എക്സ് സ്ക്വയർ ബൈ ടു എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ബൈ ടു ആണ്. സോ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1/2 is a constant. So that is equal to 1/2 into ഇവിടുത്തെ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2x. സോ 1/2 into 2x into ഇനി എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? dx. സോ ഈ 1/2 ഉം 2 ഉം ക്യാൻസൽ ആയി പോയിട്ട് ഈക്വൽ ടു എക്സ് ഡി എക്സ് എന്ന് കിട്ടും. സോ അതാണ് ഈ എക്സ് ഡി എക്സിനെ ഞാൻ ഡി ഓഫ് എക്സ് സ്ക്വയർ ബൈ ടു വെച്ച് റീപ്ലേസ് ചെയ്തത്. സിമിലർലി വൈ ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? ഡി ഓഫ് വൈ സ്ക്വയർ ബൈ ടു. ഡി ഓഫ് എക്സ് സ്ക്വയർ ബൈ ടു നമുക്ക് ഇവിടെ എക്സ് ഡി എക്സ് കിട്ടിയ പോലെ ഡി ഓഫ് വൈ സ്ക്വയർ ബൈ ടു എന്ത് കിട്ടും? 1/2 into 2y into വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ. 1/2 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ വൈ ഡി വൈ എന്ന് കിട്ടും. സോ അതാണ് സിമിലർലി ഞാൻ പറഞ്ഞത് ഇവിടെ സൈഡിൽ ഡി ഓഫ് വൈ സ്ക്വയർ ബൈ ടു ഈക്വൽ ടു വൈ ഡി വൈ. ഓക്കെ, സോ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇത് ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നാലേ നമുക്ക് അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ഇന്റഗ്രലും ക്യാൻസൽ ചെയ്ത് പോയി ഫംഗ്ഷൻ മാത്രമായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, so this is d of x. df is equal to നമുക്ക് കിട്ടി d of x square by 2 plus d of y square by 2. So ഇനി ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ് both sides. We get എന്താണ് ഇന്റഗ്രൽ df എന്ന് പറയുമ്പോൾ ഞാൻ ഇന്റഗ്രൽ സ്റ്റെപ്പ് എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ട ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. നിങ്ങൾക്ക്
integrate both sides അതെന്താണ് integral df is equal to integral of this sum ആവുമ്പോൾ നമുക്ക് integral split ചെയ്ത് കൊടുക്കാം integral d of x square by 2 plus integral d of y square by 2 എന്ന് കൊടുക്കാം സോ എന്ത് വരും integral df integral ഡെറിവേറ്റീവും പോയിട്ട് f മാത്രം അതേപോലെ integral d of x square by 2 integral ഡെറിവേറ്റീവും പോയിട്ട് x square by 2 മാത്രം കിട്ടും സിമിലർലി ഇത് നമുക്ക് y square by 2 എന്ന് മാത്രം കിട്ടും പ്ലസ് എന്തുകൂടെ കൊടുക്കുന്നു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇവിടെ ഈ രണ്ട് ടേംസിലും ഡിനോമിനേറ്റർ കോമൺ ആണ് സോ ന്യൂമറേറ്റർ ഞാൻ ഒരുമിച്ച് എഴുതുകയാണ് f is equal to എന്ത് കിട്ടും x square plus y square whole divided by 2 plus constant of integration c എന്ന് കിട്ടും ഓക്കെ സോ ഈ പ്രോബ്ലം ക്ലിയർ ആണോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഷോ ദാറ്റ് എക്സ് ഡി വൈ പ്ലസ് 3y dx ഈസ് ആൻ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ഓക്കെ ഈ എക്സ്പ്രഷൻ എക്സ് ഡി വൈ പ്ലസ് 3y dx എന്ന് പറയുന്ന ഒരു ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി എക്സാക്ടിന്റെ ഡെഫിനിഷൻ മാത്രമേ പറഞ്ഞുള്ളൂ ഇൻഎക്സാക്ട് എന്താന്ന് പറഞ്ഞില്ല ഇൻഎക്സാക്ട് എന്ന് വെച്ചാൽ എക്സാക്ട് അല്ലാത്ത എല്ലാ ഡിഫറൻഷ്യലും നമ്മൾ ഇൻഎക്സാക്ട് എക്സാക്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് ആണ് ഇൻഎക്സാക്ട് എന്നുള്ളത് സോ എക്സാക്ട് അല്ലാത്ത എല്ലാ ഡിഫറൻഷ്യലും ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ് അതുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ച് അതിന്റെ ഡെഫിനിഷൻ ഒന്നും പറയാതെ ഇൻഎക്സാക്ട് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ എക്സാക്ട് അല്ല എന്ന് പ്രൂവ് ചെയ്യുക അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ നമുക്ക് നോക്കാം നമ്മൾ എക്സാക്ട് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രോബ്ലം ചെയ്യുവാണ് കമ്പയറിംഗ് വിത്ത് ഏത് എക്സ്പ്രഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നു a of xy dx plus b of xy dy എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും dx ന്റെ കൂടെ ഉള്ളതാണ് a of xy സോ ഇവിടുത്തെ a of xy എന്താണ് 3y അതേപോലെ dy യുടെ കൂടെ ഉള്ളതാണ് b of xy സോ ഇവിടുത്തെ b of xy is equal to x എന്ന് കിട്ടും ഇനി നമുക്ക് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഡോ a by ഡോ y യും ഡോ b by ഡോ x ഉം ഈക്വൽ ആണെന്ന് ഡോ a by ഡോ y കണ്ടുപിടിക്കുന്നു സോ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ് 3y യുടെ ഡെറിവേറ്റീവ് എന്ത് വരും 3 into y യുടെ ഡെറിവേറ്റീവ് 1 സോ 3 എന്ന് കിട്ടും ആൻഡ് ഡോ ബി ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്താൽ 1 കിട്ടും സോ ഡോ ബി ബൈ ഡോ എക്സ് 1 ആണ് കിട്ടുന്നത് സോ ഇവിടെ നോക്കുക ഡോ എ ബൈ ഡോ വൈയും ഡോ ബി ബൈ ഡോ എക്സും ഈക്വൽ ആണോ ഒന്ന് 3യും ഒന്ന് 1ഉം സോ ഈക്വൽ അല്ല സോ നോട്ട് ഈക്വൽ ആണ് ഡോ എ ബൈ ഡോ വൈ നോട്ട് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ എക്സ് അതുകൊണ്ട് തന്നെ എന്താണ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് നോട്ട് എക്സാക്ട് അഥവാ ഇൻഎക്സാക്ട് എന്ന് നമുക്ക് പറയാം ഓക്കെ സോ ഇത്രേ ഉള്ളൂ ഇൻഎക്സാക്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചെയ്തു വരുമ്പോൾ ഈ ഡോ എ ബൈ ഡോ വൈയും ഡോ ബി ബൈ ഡോ എക്സും ഈക്വൽ ആയിരിക്കില്ല കിട്ടുന്നത് അവിടെ വെച്ച് നമുക്ക് ഇൻഎക്സാക്ട് ആണെന്ന് പറയാം അത്രേ ഉള്ളൂ ഓക്കെ ഇനി നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തത് ശ്രദ്ധിക്കുക നമ്മളിപ്പോ ഞാനിപ്പോ എക്സാക്ട് ആണെന്ന് പ്രൂവ് ചെയ്തത് നമ്മൾ എന്താണ് ഇവിടെ a of xy dx plus b of xy dy എന്ന ഫോമിലെ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ എക്സാക്ട് ആണെന്ന് ചെക്ക് ചെയ്തത് ഇനി ഇതിനകത്ത് രണ്ട് വേരിയബിൾസ് അല്ലേ വരുന്നുള്ളൂ a of xy യും b of xy യും ഫംഗ്ഷൻ ഓഫ് x ഉം y ഉം മാത്രമാണ് അതുകൊണ്ട് തന്നെ dx dy രണ്ട് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസേ അവിടെ വരുന്നുള്ളൂ ഇനി ഞാൻ n വേരിയബിൾസ് വരുന്ന കേസിൽ അതായത് ഇപ്പൊ a എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് x1 x2 എക്സെട്ര xn അതേപോലെ b ഫംഗ്ഷൻ ഓഫ് x1 x2 എക്സെട്ര xn അങ്ങനെ വരുന്ന കേസ് അപ്പൊ എന്ത് വേണം ഇവിടെ dx dy മാത്രമല്ല ഈ n എക്സ്പ്രഷൻസ് വരും dx1 dx2 എക്സെട്ര dxn എന്ന് വരും ഇപ്പൊ രണ്ട് വേരിയബിൾസ് മാത്രം വരുമ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് എയും ബിയും അല്ലേ വന്നുള്ളൂ n വേരിയബിൾസ് വരുമ്പോൾ എന്താണ് n ഫംഗ്ഷൻസും വരും ഇപ്പൊ g1 g2 എക്സെട്ര gn ആയിരിക്കും ഞാൻ ആ n ഫംഗ്ഷൻ എന്ന് കൊടുക്കുക അങ്ങനെ ഇപ്പൊ നമുക്ക് നോക്കാം n വേരിയബിൾസ് വരുന്ന കേസിൽ എക്സാക്ട് ചെക്ക് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്തത് ജസ്റ്റ് രണ്ട് വേരിയബിൾസ് വരുന്ന കേസാണ് എക്സും വൈയും ഇനി x1 x2 എക്സെട്ര xn n വേരിയബിൾസ് ഉള്ള കേസിൽ എങ്ങനെയാണ് നമ്മൾ എക്സാക്ട് എന്ന കണ്ടീഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഡോ എ ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ബി ബൈ ഡോ എക്സ് എന്നായിരുന്നു ആ കണ്ടീഷൻ വന്നത് അതേപോലെ n വേരിയബിൾസ് വരുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണ് എക്സാക്ട് ആകാനുള്ളത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഓക്കെ when a differential containing n variables exact അതായത് n variables ഉള്ള ഒരു ഡിഫറൻഷ്യൽ എപ്പോഴാണ് എക്സാക്ട് ആവുക എന്ന് നമ്മൾ പറയുന്നത് an exact differential containing n variables x1 x2 etc xn can be written in general as സോ ഒരു n വേരിയബിൾസ് ഉള്ള ഒരു എക്സ്പ്രഷൻ എക്സാക്ട് ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും df is equal to അതായത് ഒരു ഫംഗ്ഷൻ f കണ്ടുപിടിക്കാൻ സാധിക്കും such that df is equal to ആ എക്സ്പ്രഷൻ എന്ന് കൊടുക്കാം ഓക്കെ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ഈ എക്സ്പ്രഷൻ ആണ് കേട്ടോ എക്സാക്ട് ആവുന്നത് ഏതാണത് ഫംഗ്ഷൻ ഓഫ് n വേരിയബിൾസ് വരുമ്പോൾ n ഫംഗ്ഷൻസ് വരും അതേപോലെ നിങ്ങൾ നോക്കുക ഇതിനകത്ത് dx1 dx2 എക്സെട്ര അപ് ടു dxn വരെ വന്നിട്ടുണ്ട് സോ df is equal to എനിക്ക് എങ്ങനെ എഴുതാം g1 of g1 g2 എക്സെട്ര gn എന്നാണ് അവിടെ ഫംഗ്ഷന് പേര് കൊടുക്കുന്നത് a b നമ്മൾ നേരത്തെ കൊടുത്ത രണ്ട് ഫംഗ്ഷൻ ആയിരുന്നു പക്ഷെ ഇവിടെ n ഫംഗ്ഷൻസ് വരണം n വേരിയബിൾസ് വരുമ്പോൾ n ഫംഗ്ഷൻസും വരണം സോ എന്താണത് g1 of x1 x2 etc xn g1 is a function of the n variables x1 x2 etc xn ആദ്യം കൂടെ വരുന്ന ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് dx1
പ്ലസ് അടുത്തത് g2 ഓഫ് അടുത്ത ഫംഗ്ഷൻ g2 ഓഫ് x1 x2 എക്സെട്ര xn അതിന്റെ കൂടെ വരുന്ന ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് നെക്സ്റ്റ് വേരിയബിളിന്റെ dx2 പ്ലസ് എക്സെട്ര പ്ലസ് അടുത്ത അവസാനം എന്ത് വരും gn ഓഫ് x1 x2 എക്സെട്ര xn അതിന്റെ കൂടെ എന്ത് വരും dxn. അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ a ഓഫ് എക്സ് വൈയുടെ കൂടെ dx വരുന്നു, b ഓഫ് എക്സ് വൈയുടെ കൂടെ dy വരുന്നു. മൊത്തത്തിൽ എയിലും ബിയിലും രണ്ട് വേരിയബിൾസേ ഉള്ളൂ, അവിടെ കൊണ്ട് നിർത്തുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന n വേരിയബിൾസ് ഉള്ള ഈ എക്സ്പ്രഷൻ എപ്പോഴാണ് എക്സാക്ട് ആകുന്നതെന്ന്. അതായത് g1 ഓഫ് x1 x2 എക്സെട്ര xn dx1 പ്ലസ് g2 ഓഫ് x1 x2 എക്സെട്ര xn dx2 പ്ലസ് എക്സെട്ര പ്ലസ് gn ഓഫ് x1 x2 എക്സെട്ര xn gxn. സോ ഈ എക്സ്പ്രഷൻ എക്സാക്ട് ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സം df എന്ന് എനിക്ക് എഴുതാൻ സാധിക്കണം. അതായത് ഒരു ഫംഗ്ഷൻ എഫ്, ഇവിടെ കണ്ടുപിടിക്കുന്ന എഫ് എന്തായിരിക്കണം, n വേരിയബിൾസ് ഉള്ള ഫംഗ്ഷൻ ആയിരിക്കണം. f is a function of n വേരിയബിൾസ് ആണ്, x1 x2 എക്സെട്ര xn. കൂടാതെ df is equal to ഈ എക്സ്പ്രഷൻ എഴുതാൻ സാധിച്ചാൽ ഈ എക്സ്പ്രഷൻ എക്സാക്ട് ആവും. ഇനി നമ്മൾ പറയാൻ പോകുന്ന കണ്ടീഷൻ എന്താണെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു, ഡോ എ ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ബി ബൈ ഡോ എക്സ് പോലെ. സിമിലർലി ഇവിടെ ഈ എക്സ്പ്രഷൻ എക്സാക്ട് ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. The differential is exact if and only if dou gi by dou xj equal to dou gj by dou xi for all pairs I and j. Okay. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഡോ ജി ഐ ബൈ ഡോ എക്സ് ജെ, ഇവിടെ ജിയുടെ സഫിക്സിൽ നമ്മൾ ഐ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡിലെ എക്സിന്റെ സഫിക്സിൽ ഐ ആണ് വന്നിരിക്കുന്നത്. അതേപോലെ ഡോ ജി ഐ ബൈ ഡോ എക്സ് ജെ, ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്ററിലെ എക്സിന്റെ സഫിക്സ് ജെ ആണ്. അതാണ് റൈറ്റ് സൈഡിലെ ന്യൂമറേറ്ററിൽ ജിയുടെ സഫിക്സ് ആയിട്ട് വന്നിരിക്കുന്നത്, ഡോ ജി ജെ ബൈ ഡോ എക്സ് ഐ. അതാണ് അതിന്റെ പ്രത്യേകത. ഈ ഐയുടെ നിങ്ങൾ നോക്കുക, അതായത് ഈ ഓപ്പോസിറ്റ് സെയിം സഫിക്സ് ആണ് വന്നിരിക്കുന്നത്. അത് അങ്ങനെ വേണം നമ്മൾ ആ പെയേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. ഡോ ജി ഐ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്ററിൽ ഡോ എക്സ് ഐ വരുന്നു. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്ററിൽ ഡോ എക്സ് ജെ, എക്സിന്റെ കൂടെ സഫിക്സ് ജെ ആണെങ്കിൽ റൈറ്റ് സൈഡിലെ ന്യൂമറേറ്ററിൽ ജിയുടെ സഫിക്സ് ആ ജെ ആയിരിക്കും. ഓക്കെ. സോ ഇത് എല്ലാ ഐക്കും ജെയ്ക്കും ഈ പെയേഴ്സ് സെയിം ആയിട്ടാണോ, ഈ രണ്ട് എക്സ്പ്രഷൻസ് സെയിം ആയിട്ടാണോ വരുന്നതെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, n വേരിയബിൾസ് ഇട്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണല്ലോ ഈ പെയേഴ്സ് എല്ലാം ചെക്ക് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ 3 വേരിയബിൾസ് വരുന്ന കേസ് ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്, നോക്കുക. 3 വേരിയബിൾസ്, അതായത് g1 എന്ന് പറയുന്ന ഫംഗ്ഷൻ g1 dx1, g2 dx2, g3 dx3 ഈസ് എക്സാക്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഈ കണ്ടീഷൻ എന്താണെന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഡോ g1 ബൈ, ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എല്ലാ പേഴ്സ് ഐ ജെ വേരി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ g1ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x2ഉം x3ഉം മാത്രമേ എടുക്കുള്ളൂ, x1 എടുക്കില്ല. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക, നമ്മൾ g1ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x1 എടുക്കില്ല. കാരണം g1ന്റെ കൂടെ ഉള്ളത് dx1 ആയതുകൊണ്ട് നമ്മൾ x1 വെച്ച് g1ന്റെ ഡെറിവേറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല, x2ഉം x3ഉം എടുത്താൽ മതി. അത് കാരണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇവിടെ നോക്കുക, നമ്മൾ ആദ്യം പറഞ്ഞ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഓക്കെ, എക്സാക്ട് ആകും. നമ്മൾ ആദ്യം a ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ എക്സാക്ട് ആകണമെങ്കിൽ നമ്മൾ എന്താണ് എടുത്തത്, ഡോ എ ബൈ ഡോ വൈ. എ എന്ന് പറയുന്നത് ഡി എക്സിന്റെ കൂടെ ഉള്ളതായിരുന്നു. സോ അതിനെ നമ്മൾ എ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ എടുക്കുന്നില്ല, വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുന്നുള്ളൂ. കണ്ടോ, ഡോ എ ബൈ ഡോ വൈ ആണ് നമ്മൾ അവിടെ ഇവാലുവേറ്റ് ചെയ്തത്. അതേപോലെ അത് എന്തുമായിട്ട് ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്, ബിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡോ ബി ബൈ ഡോ എക്സ് ആണോ എന്നാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. കണ്ടോ, അതായത് ഇപ്പൊ എ ഡി എക്സിന്റെ കൂടെ ഉള്ളത് കാരണം അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കില്ല, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് എടുക്കുന്നത്. അതേപോലെ ബിയുടെ കൂടെ, ബി എന്ന് പറയുന്നത് ഡി വൈയുടെ കൂടെയുള്ള ഫംഗ്ഷനാണ്, അതുകൊണ്ട് ബിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കില്ല, ബിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അതേ കാര്യം തന്നെയാണ് ഇപ്പം n വേരിയബിൾസ് വരുന്ന കേസിൽ ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, g1 എന്ന് പറയുന്ന ഫംഗ്ഷൻ dx1ന്റെ കൂടെ ഉള്ളതാണ്. സോ നമ്മൾ x1 വെച്ചിട്ട് അതിന്റെ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, x2 x3 മറ്റു വേരിയബിൾസ് വെച്ചിട്ടുള്ള കോഎഫിഷ്യൻസ് എടുത്താൽ മതി. സോ അതാണ് ഏതൊക്കെയാണ് എനിക്ക് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്, ഡോ g1 ബൈ ഡോ x2. x1 എടുക്കേണ്ട ആവശ്യമില്ല, x2 മുതൽ നോക്കിയാൽ മതി. ഡോ g1 ബൈ ഡോ x2 എന്നുള്ളത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം, ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഐയും ജെയും വരുന്നത് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക ഡോ g2.
ഈ ഡോ g1 ബൈ ഡോ x2 x2 അല്ലെ ഡിനോമിനേറ്ററിൽ ആ 2 അല്ലേ സഫിക്സ് വരുന്നത്. സോ അതാണ് ന്യൂമറേറ്ററിൽ വരിക ഡോ g2 ബൈ, അതേപോലെ ഈ g1ന്റെ ആ 1 ആണ് താഴത്തെ ഡോ x1 നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇനി അടുത്ത g1ന്റെ ഡെറിവേറ്റീവ് അടുത്ത ഏതാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ g1ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x2 നമ്മൾ എടുത്തു. g1ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x3 ആണ് ഇനി എടുക്കുന്നത്. ഡോ g1 ബൈ ഡോ x3 ഈസ് ഈക്വൽ ടു എന്ത് വരും എന്നുള്ളത് നമ്മൾ ഇവിടെ iയും jയും ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. സോ എന്താണ് ന്യൂമറേറ്ററിൽ ആ 3 വരണം, ഡിനോമിനേറ്ററിൽ 1 വരണം സഫിക്സ്. സോ ഡോ g3 ബൈ ഡോ x1 ആണ്. സോ നമ്മൾ g1ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x2 x3 എടുത്തു. ഇനി അടുത്തത് g2 എടുക്കുകയാണ് ഞാൻ. g2ന്റെ ഡെറിവേറ്റീവ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു x2 നോക്കേണ്ട ആവശ്യമില്ല, x1ഉം x3യും മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഡോ g2 ബൈ ഡോ x1, പക്ഷെ അത് ഇവിടെ ഓൾറെഡി ഉണ്ട് കണ്ടോ. ആദ്യം നമ്മൾ എഴുതിയതിനകത്ത് ഡോ g2 ബൈ ഡോ x1 വന്നിട്ടുണ്ട്. സോ ഇനി അത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഡോ g2 ബൈ എന്താണ് നോക്കേണ്ടത്, ഡോ x3. സോ അതാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്, ഡോ g2 ബൈ ഡോ x3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് തിരിച്ചെഴുതിയാൽ മതി, സഫിക്സ് തിരിച്ചു കൊടുത്താൽ മതി, ഡോ g3 ബൈ ഡോ x2 ആയിരിക്കണം. ഓക്കെ, സോ g2ന്റെ കഴിഞ്ഞു. ഇനി ഞാൻ g3 എടുക്കുകയാണ്. g3 എടുത്താൽ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x1ഉം x2ഉം മതി. സോ ഡോ g3 ബൈ ഡോ x1 എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് കണ്ടോ, ഈ രണ്ടാമത്തേതിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഡോ g3 ബൈ ഡോ x2 അത് ഇവിടെ മൂന്നാമത്തെ എക്സ്പ്രഷനെ വന്നിട്ടുണ്ട്. സോ ഈ 3 കണ്ടീഷൻസ് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഈ 3 വേരിയബിൾസിന്റെ കേസ് ഞാൻ പറഞ്ഞത് ഈ എക്സ്പ്രഷൻ എങ്ങനെ ഇങ്ങനെ വന്നു എന്നുള്ളത് ക്ലിയർ ആണോ, മനസ്സിലായോ? സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോ, കുഴപ്പമില്ല. അത് മനസ്സിലായാലും ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലം നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് തരുന്ന ഇത് വെച്ച് ഇപ്പൊ 3 dx1 dx2 dx3 3 വേരിയബിൾസ് വരുന്നത്, ഈ കണ്ടീഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ 3 എണ്ണം ഉള്ളത് ഞാനിപ്പോ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് തന്നെ അത് എഴുതാവുന്നതേ ഉള്ളൂ. ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് കാണാതെ പഠിക്കേണ്ടി വരും, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് 2xy(z² dx പ്ലസ് x square z square plus z cos yz dy plus 2x square yz plus y cos yz dz is an exact differential. ഇവിടെ നോക്കുക, ഇത് എക്സാക്ട് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് a of xy dx plus b of xy dy ഫോമിലല്ല. കാരണം എന്താ, ഇവിടെ dz ഉം കൂടെ വരുന്നുണ്ട്, 3 വേരിയബിൾസ് വരുന്നുണ്ട്. അതായത് ഈ കേസാണ് g1 ഇവിടെ dx, g2 dy plus g3 dz. x1 x2 x3ക്ക് പകരം xy z ആണ് വേരിയബിൾസ് എന്നേ ഉള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? സോ ഞാൻ കമ്പയറിംഗ് വിത്ത് g1 dx. സോ dx1 കൊടുക്കുന്നില്ല, ഇവിടെ dx dy dz ആണ്. സോ കമ്പയറിംഗ് വിത്ത് g1 dx plus g2 dy plus g3 dz we get g1 എന്താണ് dx ന്റെ കൂടെ ഉള്ളത്. സോ 2xy z². അതേപോലെ g2 എന്ത് കിട്ടും, dy യുടെ കൂടെ ഉള്ളത്. സോ x² z² plus z cos yz എന്ന് കിട്ടും. സിമിലർലി g3 എന്ത് കിട്ടും, 2x² yz plus y cos yz എന്ന് കിട്ടും. ഓക്കെ, ഇനി എനിക്ക് ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന പോലത്തെ ഡെറിവേറ്റീവ്സ് ആണ് കാണേണ്ടത്. അത് നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞു. g1 എന്ന് പറയുന്നത് dx-ന്റെ കൂടെയുള്ള ഫംഗ്ഷൻ. സോ അതിന്റെ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y-ഉം z-ഉം മറ്റു വേരിയബിൾസ് വെച്ചിട്ട് എടുത്താൽ മതി. സോ അതാണ് ഞാൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്തത്, ഡോ g1 ബൈ ഡോ y, അതിനുശേഷം ഡോ g1 ബൈ ഡോ z. ഓക്കെ, ഡോ g1 ബൈ ഡോ y എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇതിനകത്ത് g1-നകത്ത് 2xz² കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു y ഡെറിവേറ്റീവ് 1. സോ 2xz² എന്ന് വരും. അതേപോലെ ഡോ g1 ബൈ ഡോ z എടുക്കുമ്പോൾ 2xyz കോൺസ്റ്റന്റ് ഇൻറ്റു z² ഡെറിവേറ്റീവ് 2z വരും. സോ 4xyz എന്ന് കിട്ടും. അതാണ് നിൽക്കട്ടെ. ഇനി g2ന്റെ ഏതൊക്കെ ഡെറിവേറ്റീവ്സ് ആണ് ഞാൻ എടുക്കേണ്ടത്, g2 dy യുടെ കൂടെ വരുന്ന ഫംഗ്ഷൻ. സോ വിത്ത് റെസ്പെക്ട് ടു y മാത്രം അതിന്റെ ഡെറിവേറ്റീവ് വേണ്ട, എക്സും ഇസഡും വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ്സ് എടുത്താൽ മതി g2ന്റെ. സോ ഡോ g2 ബൈ ഡോ x എടുക്കുന്നു. അപ്പൊ എന്ത് വരും, ഡോ g2 ബൈ ഡോ x എടുക്കുമ്പോൾ z² ഇൻറ്റു x²ന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ്, ഇനി g2ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x അല്ലേ എടുക്കുന്നത്. സോ ഈ z cos yz ൽ x ഇല്ല, സോ അതിന്റെ ഡെറിവേറ്റീവ് 0 വരും. സോ 2xz² എന്ന് കിട്ടും. അതേപോലെ ഇനി എന്താണ് g2ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z, ഡോ g2 ബൈ ഡോ z എടുക്കുമ്പോൾ x² ഇൻറ്റു z²ന്റെ ഡെറിവേറ്റീവ് 2z വരും. അതേപോലെ z cos yz-ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, വിത്ത് റെസ്പെക്ട് ടു z ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് രണ്ട് ഫംഗ്ഷനകത്തും z ഉണ്ട്. സോ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു, z ഇൻറ്റു
dou by dou z of cos yz plus cos yz into dou by dou z of z. So the 2x square z plus z into cos something derivative minus sin something. So minus sin yz into dou by dou z of yz വരും plus cos yz into dou by dou z of z 1 ആണ്. So 2x square z you minus. So minus എന്ത് വരും ഈ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് വൈ ഇസഡ് എന്ത് വരും y is constant ആണ് with respect to z ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ y is a constant into z ന്റെ ഡെറിവേറ്റീവ് 1 വരും സോ ഇവിടെ ഒരു y ഉം കൂടെ വരും സോ ഒരുമിച്ച് എഴുതിയാൽ എന്ത് കിട്ടും മൈനസ് വൈ സെഡ് സൈൻ വൈ സെഡ് പ്ലസ് കോസ് വൈ സെഡ് സോ ഇതാണ് അതിന്റെ ഡെറിവേറ്റീവ് വരിക സോ നമ്മൾ G2 ന്റെ ഡെറിവേറ്റീവ്സ് കണ്ടു ഇനി G3 യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഏതൊക്കെ വേരിയബിൾസ് ഇവാലുവേറ്റ് ചെയ്യണം ഞാൻ എക്സും വൈയും കാരണം അത് dz ന്റെ കൂടെയുള്ള ഫംഗ്ഷനാണ് സോ z വെച്ചുള്ള ഡെറിവേറ്റീവ് വേണ്ട അതിന്റെ സോ ഡോ G3 ബൈ ഡോ എക്സും ഡോ G3 ബൈ ഡോ വൈയും കാണണം അത് നെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ അറിയാലോ ഡോ G3 ബൈ ഡോ എക്സ് ഞാൻ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് ഡോ G3 ബൈ ഡോ വൈയും ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം അത് ഏതൊക്കെയാണ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ഫോർമുലയിൽ പറഞ്ഞ പോലെ സോ നോക്കുക ഡോ G1 ബൈ ഡോ വൈ ആദ്യം നമ്മൾ കണ്ടുപിടിച്ച ഡെറിവേറ്റീവ് ഡോ G1 ബൈ ഡോ വൈ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോ ജി ഏതാണ് നേരത്തെ ഇവിടെ നമ്മൾ എഴുതിയത് x1 x2 ആയിരുന്നു അപ്പൊ ഈ സഫിക്സിന്റെ നമ്പർ മാത്രം മാറ്റി കൊടുത്താൽ മതി പക്ഷെ ഇവിടെ ഈ ഡോ വൈ ആണ് ആക്ച്വലി വൈ എന്ന് പറഞ്ഞാൽ x2 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ അല്ലേ അതുകൊണ്ട് തന്നെ എന്ത് വരും ഡോ G1 ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഡോ വൈ എന്ന് പറഞ്ഞാൽ x2 ആണ് ആക്ച്വലി സോ ഡോ G2 ബൈ പിന്നെ G1 ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡോ x1 ഡോ x1 എന്ന് പറഞ്ഞാൽ x1 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ x ആണ് സോ ഡോ G2 ബൈ ഡോ എക്സ് ആയിരിക്കണം നോക്കുക ഡോ G1 ബൈ ഡോ വൈയും ഡോ G2 ബൈ ഡോ എക്സും ഇവിടെ ഈക്വൽ ആണ് ഓക്കെ രണ്ടും 2x z സ്ക്വയർ ആണ് ഇനി അടുത്ത ഡോ G1 ബൈ ഡോ z ഏതുമായിട്ടായിരിക്കണം ഈക്വൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ z ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ ഏതാണ് x3 അല്ലേ സോ അതുകൊണ്ട് തന്നെ ഡോ G3 ബൈ ഡോ എക്സ് ആയിരിക്കും ഡോ G1 ബൈ ഡോ z ഉം ഡോ G3 ബൈ ഡോ എക്സ് നോക്കുക ഡോ G1 ബൈ ഡോ z 4xyz ഡോ G3 ബൈ ഡോ എക്സ് നോക്കുക 4xyz അതും ഈക്വൽ ആണ് ഇനി അടുത്തത് എന്താണ് ഒരു കണ്ടീഷൻ കൂടെ മൂന്ന് കണ്ടീഷൻ അല്ലേ വരുന്നത് ഇവിടെ മൂന്നാമത്തെ കണ്ടീഷൻ ആണ് നോക്കാൻ പോകുന്നത് ഡോ G2 ബൈ ഡോ z ഡോ G2 ബൈ ഡോ z ആണെങ്കിൽ അത് എന്തുമായിട്ടായിരിക്കണം ഈക്വൽ ആവുന്നത് ഡോ G3 z ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള G3 ഡോ G3 ബൈ ഡോ y G2 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ y അല്ലേ സോ ഡോ G2 by dou z is dou G3 by dou y. Dou G3 by dou y നോക്കുക അതും ഇതും സെയിം എക്സ്പ്രഷൻ ആണ് വന്നിരിക്കുന്നത് സോ ഇത് മൂന്നും ഈക്വൽ ആണ് ഡോ G1 by dou y equal to dou G2 by dou x dou G1 by dou z is equal to dou G3 by dou x dou G2 by dou z is equal to dou G3 by dou y. Hence the given differential is exact. ഇങ്ങനെയാണ് ഈ മൂന്നെണ്ണം ഒക്കെ വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഈ വേരിയബിൾസ് ഒക്കെ എടുക്കുന്നത് ഓക്കെ ഇനി ഇവിടെ നെക്സ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഡിറ്റർമിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇവിടെ എല്ലാത്തിലും നിങ്ങൾ നോക്കി അറിയാം ഡി എക്സ് ഡി വൈ മാത്രമേ വരുന്നുള്ളൂ എ ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ബി ഓഫ് എക്സ് വൈ ഡി വൈ ഫോമിലാണ് വന്നിരിക്കുന്നത് മൂന്ന് വേരിയബിൾസ് വരുന്ന കേസ് ഒന്നും ഇല്ല ഇത് നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിന്റെ പുറകിലത്തെ എക്സസൈസ് ആണ് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഗൈഡിലെ അല്ല പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലെ ആണ് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലെ എക്സസൈസിൽ നിന്നാണ് കൂടുതലും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക ഗൈഡിനേക്കാളും സോ അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും ചെയ്തു നോക്കണം ഗൈഡിൽ ചെയ്യാൻ ഞാൻ ഫോഴ്സ് ചെയ്യാറില്ല പക്ഷെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിലെ എക്സസൈസ് നിങ്ങൾ ചെയ്തു നോക്കണം അത് മസ്റ്റ് ആണ് എന്നാലേ അത് ചോദിക്കും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിട്ട് സോ ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട് എക്സാക്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് അതായത് ഡോ എ ബൈ ഡോ വൈയും ഡോ ബി ബൈ ഡോ എക്സും ഈക്വൽ ആണെങ്കിൽ എക്സാക്ട് ഓക്കെ അത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാനുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഇത് ചെയ്തു നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം